ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് സത്യത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനം ഉറപ്പിച്ച ഒരു വ്യക്തിയായിട്ട് മാർക്കോയിലൂടെ ഉണ്ണിമുകുന്ദൻ മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനെ ഇതിനു മുന്നേ നമുക്കറിയാവുന്നതാണ്. ചില കാര്യങ്ങളിലെങ്കിലും അദ്ദേഹത്തിനെ വേട്ടയാടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നതോ എവിടെയൊക്കെയോ ആക്കുന്നതൊക്കെ കാണുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹം ഇതിനോട് കാണിച്ച പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ലെവലിൽ. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, കൊത്ത പോലുള്ള ഫിലിം ഇറങ്ങുന്ന സമയത്ത് അതൊരു പാൻ ഇന്ത്യൻ റീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിനേക്കാളും മറികടന്ന് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന മാർക്കോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിൽ ഈ പറയുന്ന ഏറ്റവും നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടിയൊക്കെ കഴിഞ്ഞു എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇനി ഈ പറയുന്ന നമ്മുടെ മലയാളത്തിൽ ദി മോസ്റ്റ് വയലൻസ് ഫിലിം എന്ന് തന്നെ ഇതിനെ പറയേണ്ടുള്ളതാണ്. കാരണം ചില ആൾക്കാരൊക്കെ വയലൻസിനെ ഇഷ്ടപ്പെടുന്ന, അതൊരു കലയുടെ ഭാഗം, ഒരു സിനിമയുടെ ഭാഗം മാത്രമായിട്ട്, നമ്മൾ സിനിമ എന്ന് പറയുമ്പം സിനിമയായിട്ട് മാത്രം കാണാൻ നിൽക്കുക, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റീക്രിയേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കുകയല്ല ചെയ്യുള്ളത്. അത് അവിടെ കാണുക, അവിടെ പ്രോത്സാഹിപ്പിക്കുക, അത് അവിടെ അവസാനിപ്പിച്ചിട്ട് കളയുക, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലെവലിൽ മാത്രം സിനിമയെ നോക്കുന്ന സമയത്ത് നമ്മൾ മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിന്ദി സിനിമകൾ പോയി കാണാറുണ്ട്, വയലൻസ് കൂടിയ സിനിമകൾ. എന്നിട്ട് നമ്മൾ കൊറിയൻ ഫിലിംസ് ഒക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈ സിനിമ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ അല്ലെങ്കിൽ ലോക മൊത്തത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, ഒരു കലയാണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അതിരുകളോ ഒന്നുമില്ല. വയലൻസ് പാടില്ല അല്ലെങ്കിൽ ഇത്രേ പാടുള്ളൂ എന്നൊന്നുമില്ല. അവിടെ ചെയ്യാമെങ്കിൽ ഇവിടെയും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണം തന്നെയാണ് മാർക്കോ എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, വന്ന് പറയുന്ന കാര്യമാണ്, KGF ആയിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിനെ ഇപ്പം ചില ആൾക്കാർ, അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത് KGF ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് പോലും KGF വരില്ല. വയലൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ എക്സ്ട്രീം പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഈ സിനിമേനെ. മലയാളത്തിൽ ആദ്യത്തെ ഒരു പരീക്ഷണം അത് ഇത്രയധികം വിജയിക്കുക എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ടീമിൻ്റെ ഹാർഡ് വർക്ക് എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഫിലിം കണ്ടിട്ട് ചില ആൾക്കാർ ഛർദ്ദിച്ചു അല്ലെങ്കിൽ ചില ആൾക്കാർ തലകറങ്ങി വീണു എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിനകത്ത് എത്രമാത്രം വയലൻസ് ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് കാണാൻ പാടില്ല, അതുകൊണ്ടാണല്ലോ സെൻസർഷിപ്പ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ രീതിക്ക് നല്ല ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇതിനെ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലെങ്കിലും തിയേറ്ററുകളിൽ പോകുന്ന സമയത്ത് കുട്ടികളെ ഈ സിനിമകൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ കാണിക്കുന്നുണ്ട്. അപ്പം അഡ്വക്കേറ്റ്, അതായത് ഇതിനെതിരെ ഒരു പരാതി നൽകിയിരിക്കുന്നത് അഡ്വക്കേറ്റാണ്. അപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്, അതേ സിനിമ കാണാൻ പോയ സമയത്ത് അവിടെ ഈ പറയുന്ന കൊച്ചുകുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സിനിമയ്ക്കെതിരെയല്ല, തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതിനെതിരെയാണ് ഇദ്ദേഹം ഈ പറയുന്ന ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവരുടെ ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് അവർ നീതിയുക്തമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ നമ്മളത് അത്രയും ഇതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റും. ഇനി മറ്റൊരു ലെവലിലേക്ക് നമ്മുടെ ഇന്നത്തെ സമീപകാലത്ത് നടക്കുന്ന കാര്യങ്ങളെ വെച്ച് നോക്കി നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രസക്തി ഇല്ല എന്ന് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി വയലൻസ് സിനിമകളെ കാണുന്നില്ല. നമുക്ക് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ അടക്കം എല്ലാ കുട്ടികളുടെ ഒരു 10 വയസ്സൊന്നും പറയണ്ട, എനിക്കൊന്ന് 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും നല്ല രീതിക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയാം. എല്ലാവരുടെ കയ്യിലും ഫോണും ഉണ്ട്. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സിനിമകൾ അവർ കാണുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ അത് കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി വയലൻസ് കാണുക എന്നൊരു സംഭവമില്ല. അവർ കണ്ടാലും കണ്ടില്ലെങ്കിലും അവർ ഈ പറയുന്ന കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. നമ്മൾ ഭോപ്പാൽ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മധ്യപ്രദേശ് ഇൻഡോർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 6ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന ക്രിമിനൽ മൈൻഡ്, അവരുടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് എത്ര തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെവിയും കണ്ണൊക്കെ പൊട്ടിപ്പോകുമെന്നൊക്കെ പറയത്തില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിനിമ മാത്രം കാണുന്നതിൻ്റെ പേരിൽ ഇത് ഇങ്ങോട്ട് പോകുന്ന ഈ പറയുന്ന കണക്ക് അങ്ങനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് ഈ പറയുന്ന തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി കുറച്ചധികം ആൾക്കാർ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ലു അർജുൻ്റെ ഫിലിം ഭയങ്കരമായിട്ട് ആഗോളതലത്തിൽ 1500 കോടിയൊക്കെ കടക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അറസ്റ്റുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് ഇനി ഉണ്ണിമുകുന്ദനെ അറസ്റ്റ് ചെയ്തൊരു നാടകം നടത്തുമോ, ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അത് കേട്ട സമയത്ത് പുച്ഛം മാത്രമാണ് തോന്നിയെന്ന് പറയുന്നത്. കാരണം അല്ലു അർജുൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സിനിമയെ ഭയങ്കരമായിട്ട് ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. അതൊരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു
എന്താ പറയുന്നത് സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു വേട്ടയാടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില പങ്കുകൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. അതായത് അവിടെ ചെല്ലാൻ പാടില്ലായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത ചെല്ലാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ കുടുംബത്തിന് 50 ലക്ഷം രൂപ ഇപ്പം തന്നെ ആ സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സിനിമയിൽ ബന്ധപ്പെട്ട ആൾക്കാർ കൊടുത്തു കഴിഞ്ഞു, പ്രൊഡക്ഷൻ ടീമൊക്കെ കൊടുത്തു കഴിഞ്ഞ കാര്യമാണ്. അപ്പം എന്നിട്ടും ഈ കേസ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ പ്രൊമോഷനൊന്നുമല്ല മറ്റ് പല കാര്യങ്ങളുമാണെന്നുള്ള കാര്യം. അപ്പം അതുപോലെ തന്നെ ഈ ഫിലിമിനും ഇപ്പോൾ ഒരു അറസ്റ്റോ ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നതാണ്, ഉണ്ണിമുകുന്ദനെ അറസ്റ്റ് ചെയ്യൂ, എന്തിന് കലയായിട്ട് കാണേണ്ട കാര്യമുണ്ട്. ഇവിടെ ഈ പറയുന്ന മലയാളത്തിൽ ഇത്തരത്തിൽ ഈ ഒരു ജോണറിൽപ്പെട്ട സിനിമകൾ ഇതുവരെ ആരും എടുക്കാൻ ധൈര്യം കാണിക്കാതിരുന്നത് മലയാളികൾ ഇത് ഉൾക്കൊള്ളുമോ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഉൾഭയം കൊണ്ടും അവരുടെ പൈസയൊക്കെ പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു സംഭവം കൊണ്ടാണ്. പക്ഷേ അവർ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ അടങ്ങുന്ന ടീം എന്ന് പറയുന്നത് അതിനുള്ളൊരു ധൈര്യം കാണിച്ചു. അവർ ആ സിനിമ മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ മലയാളികൾ അത് ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഏറ്റുവാങ്ങി എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണല്ലോ ഇത്ര ഹിറ്റായിട്ട് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇതിനകത്ത് നെഗറ്റീവായിട്ടൊരു വേർഷൻ പറയാനില്ല. ഇനി പറയുന്ന ആൾക്കാർ ചിലവരെങ്കിലും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതിനോട് വിയോജിപ്പുള്ള ആൾക്കാർ ചില കുത്തലും കുറിക്കലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് കലയായിട്ട് മാത്രം ആസ്വദിക്കുന്ന ഒരു കൂട്ടർ കൃത്യമായിട്ട്, ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അത് മെജോറിറ്റി തന്നെയാണ്, അവരെല്ലാം കൃത്യമായിട്ട് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫിൻ്റെ പുതിയ തുടക്കമാകട്ടെ എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ എന്താ പറയുന്നത് ആശംസിക്കുകയാണ് ചെയ്തത്. കാരണം അത്രയും നല്ല ടാലൻ്റുള്ള കാലിബറുള്ള ഒരു നടൻ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത്. പല നടന്മാരും ഇങ്ങനെയുണ്ട്. ഏറ്റവും നമുക്കറിയാവുന്ന യുവതലമുറയിൽപ്പെട്ട ഒരുപാട് നടന്മാർ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ എല്ലാവർക്കും നല്ല ടാലൻ്റ് ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പല ജോണറിലുള്ള അല്ലെങ്കിൽ നല്ല തിരക്കഥകൾ ഉണ്ടായിരുന്നു. ഉണ്ടാവുന്നതിൽ ഏറ്റവും 90% ഈ പറയുന്ന നല്ല തിരക്കഥകൾ മാത്രമായിരുന്നു. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറ ഉണ്ടായിരുന്നു. അതാണല്ലോ തിരക്കഥ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാസ്റ്റ് ക്രൂ തിരഞ്ഞെടുക്കം അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ആ ഒരു ടീം എന്ന് പറയുന്നത് അത്രയും നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ചുമ്മാ ഒരു തട്ടിക്കൂട്ടൽ പരിപാടി അല്ലായിരുന്നു പണ്ട് കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പണ്ട് നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഈ നസീർ, ജയൻ അല്ലെങ്കിൽ ഈ പറയുന്ന സുകുമാരൻ, സോമൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അഭിനയിച്ചു, മധു പോലുള്ള ആൾക്കാരൊക്കെ ഏറ്റവും നമുക്കുള്ള ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് പൂർവികർ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സിനിമയുടെയൊക്കെ അടിത്തറയിട്ട മലയാള സിനിമയുടെയൊക്കെ അടിത്തറ കൊണ്ടുവന്നവരെന്ന് തന്നെ പറയാൻ പറ്റും. അവരൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് ഞാൻ പലപ്പോഴും കേട്ടില്ല, അവർക്ക് ഒരു വർഷത്തെ തന്നെ ഒരുപാട് സിനിമകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമകൾ കൂടുന്ന സമയത്ത് അവർക്ക് ടൈം മാനേജ്മെൻറ്റ് പറ്റാതെ വരുന്ന സമയത്ത് മറ്റ് നടന്മാർ ഫ്രീ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ സംവിധായകരോട് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് പറയും, നിങ്ങൾ അവർക്ക് ആ ഫിലിം കൊടുത്തോളൂ, എനിക്ക് സമയമില്ല എന്ന്. കാരണം അവിടെ ഒരു തമ്മിത്തല്ലലോ അല്ലെങ്കിൽ അടിപിടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാനാണ് രാജാവ് എന്നൊരു സംഭവം ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും വേണം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു താരങ്ങളെയാണ് നമുക്ക് ആ കാലത്ത് കാണാൻ പറ്റിയിരുന്നത്. പക്ഷേ ഈ കാലത്ത് തമ്മിലടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെളിവാരി എറിയലൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അതിന് ഉദാഹരണമാണ് ജാഫർ ഇടുക്കി കഴിഞ്ഞ ദിവസം സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞത് ആ തരത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു കോമഡി വേർഷനായിട്ട് തോന്നുന്നുണ്ട്, ചില സമയത്ത് വേണ്ടായിരുന്നെന്നും തോന്നുന്നുണ്ട്. പക്ഷേ ജാഫർ ഇടുക്കി പറഞ്ഞൊരു സംഭവം അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. കാരണം മാർക്കോ കീർക്കോ എന്നൊക്കെ പറയാനുള്ള ഒരു കാര്യമൊന്നും അദ്ദേഹത്തിനില്ല. അതൊരുമാതിരി അതപ്പതിച്ച വർത്താനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിനെ പോലുള്ളൊരു വ്യക്തി എത്ര നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു കാര്യം. കാരണം കലാഭമണി പോലുള്ള വ്യക്തിക്ക് ഏറ്റവും ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കരൾ രോഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് പാടി പോലുള്ള സ്ഥലത്ത് പോയിരുന്ന് കള്ളു കുടിക്കാനെല്ലാം അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം കൂടി ആൾക്കാരൊക്കെ ഏത് തരത്തിൽ ചിന്തിക്കും, ഏത് തരത്തിൽ പറയും എന്നുള്ള കാര്യം അവരുടെയൊക്കെ വ്യക്തിത്വം എന്താണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കാൻ പറ്റുന്നതാണ്. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മരണം പോലുള്ള സംഭവം പോലും നടന്നു എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരും ഈ ഫീൽഡിൽ നന്നായിട്ട് കുശുമ്പും കുന്നായ്മയുള്ള കുറച്ച് ആൾക്കാരുമുണ്ട്. പിന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന കാര്യമാണ് മറ്റുള്ള ആൾക്കാർ നെപ്പോട്ടിസം എന്ന് പറയുന്നൊരു സാധനം നമ്മളെപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ നിവിൻ പോളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു സിനിമയായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് കേട്ടൊരു വാക്കാണ്. അപ്പം നെപ്പോട്ടിസം എന്ന് പറയുന്നൊരു സാധനം ഇവിടെ നിൽക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് സിനിമകൾ കിട്ടാൻ വേണ്ടിയിട്ട്, ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എളുപ്പമാണ്. നല്ല ഫിലിംസ് കിട്ടാൻ, ഡയറക്ടേഴ്സിനെ കിട്ടാൻ, പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമാണ് മറ്റുള്ളവരെ വെച്ച് നോക്കുന്ന സമയത്ത്. പക്ഷേ ഒരു തരത്തിലുള്ള കലാപാരമ്പര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കളും അത്തരത്തിൽ അതായത് കലാഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തികളും ഇല്ലാതെ പെട്ടെന്ന് ഒരാൾ കയറി വരുന്ന സമയത്ത് ഒരു നടനാകണം, നായകനാകണം എന്നൊരു ലെവലിലേക്ക് ഒറ്റയ്ക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ഈ ഒരു ഫീൽഡിൽ ഇത് ഉറപ്പായിട്ടും അനുഭവിക്കുന്നത്. ഈ ഫീൽഡല്ല ഇനി ഏത് തരത്തിലുള്ള മ്യൂസിക്കായാലും ഏത് തരത്തിലുള്ള ഫീൽഡിലായാലും അനുഭവിക്കാവുന്നൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിവിൻ പോളി പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന് തന്നെ വിശേഷണം കൊടുക്കുന്നതാണ്. പലപ്പോഴും നല്ല
രീതിക്കുള്ള അദ്ദേഹത്തിന് കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മല്ലു സിംഗ് പോലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊരു ഇതിലായിട്ടുള്ള അത്രയും ഇതായിട്ടുള്ള സിനിമകളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. അത്യാവശ്യ സിനിമകൾ ഉണ്ടെങ്കിലും ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് അത് അത്രയും വലിയ ലെവലാണ്. കാരണം ഇത് ഉറപ്പായിട്ടും പാൻ ഇന്ത്യൻ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പാൻ ഇന്ത്യൻ ലെവലിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ച സിനിമ തന്നെയാണ്. അത്രയ്ക്ക് അഭിപ്രായങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ സിനിമ കാണാൻ പാടില്ലെങ്കിൽ അത് തിയേറ്റർ ഉടമകളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, കുട്ടികൾ ഇതല്ല ഇതിനപ്പുറമുള്ള സിനിമകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ കൊണ്ട് കാണിക്കുന്ന രക്ഷിതാക്കൾ എന്ന് പറയുന്നത് വീട്ടിലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക, ഒരു റൂം ഉണ്ടാക്കി കൊടുക്കുക, ആ റൂമിലേക്ക് കുട്ടികൾ ഫോൺ കൊണ്ടുപോയതിന് ശേഷം രാത്രിയിൽ അവർ എന്ത് ചെയ്യുന്നതെന്ന് പോലും നോക്കാതിരിക്കുന്ന രക്ഷിതാക്കൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ തലത്തിലേക്കാണ് ഇതിൻ്റെ കേസും മറ്റും കൊണ്ടുപോകേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അക്കൗണ്ട് എടുക്കാൻ പാടില്ലെന്നോ ഇങ്ങനെയൊക്കെ പല നിയമങ്ങളും കൊണ്ടുവരേണ്ടി വരും കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. കാരണം അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമില്ല. അത് നമുക്ക് പറയത്തില്ലേ, ഒരിക്കലും ഇവിടെ അത് സാധ്യമാവുന്നില്ല. കാരണം എല്ലാ കുട്ടികളുടെ കയ്യിലും ഇതാണ്, എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്, എല്ലാവരും ഇതിൽ തന്നെയാണ് ഏത് സമയം മുഴുകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് കൊറോണ കാലത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ ഒരു റൂമിനകത്ത് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതിനപ്പുറമുള്ള കാര്യങ്ങളാകുന്ന സമയത്ത് തിയേറ്ററിൽ രക്ഷിതാക്കളോടൊപ്പം പോയിരുന്ന് കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്ന കാര്യമില്ല. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-8 വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് കുട്ടികളുടെ രീതി അല്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റം അവരെന്തൊക്കെ കാണുന്നുണ്ടാവും. ഈ ഇടയ്ക്ക് പോലും ഒരു കുട്ടി, ഞാൻ ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങി തൂങ്ങുന്ന സമയത്ത്, കുഞ്ഞുകുട്ടിയാണ്, ഉറങ്ങി തൂങ്ങുന്ന സമയത്ത് അവനോട് ചോദിച്ച സമയത്ത് ഫോൺ വീട്ടുകാർ കൊടുക്കും. എത്ര മണിക്കൂർ നീ ഫോൺ യൂസ് ചെയ്യും? രാത്രി ഒരു 9 മണി 10 മണിയാകുമ്പോൾ തൊട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യും. ഏകദേശം ഇതിന് മുന്നേ അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് പറയുന്നത് അവൻ ഏകദേശം 3-4 മണിയുടെ ഫോൺ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പം അവൻ പറയുന്നത് 4 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവൻ ക്ലാസ്സിൽ നേരെ ഇരിക്കത്തില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട. ഇതിലേക്കൊക്കെ ഈ പറയുന്ന ഓരോന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലേക്കും ചില ആൾക്കാർ പറയുന്നുണ്ട്. അതിന് അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഈ സിനിമ അത്രയും നല്ല രീതിക്ക് തന്നെ, കാരണം ഇതുവരെ ഇല്ലാതിരുന്നൊരു ജോണർ, ആ ജോണറിലുള്ള ഫിലിമായിട്ട് ഇത് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതിനെ സ്വീകരിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് മുന്നോട്ടുള്ള കുതിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് നെഗറ്റീവ് വേർഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എഫേർട്ട് ഫുൾ എടുത്തിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ എല്ലാവരെയും പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, ആശംസിക്കാനുള്ളത്, ഇതൊരു തുടക്കമാകട്ടെ. ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഇത്രയും കാലം എന്തൊക്കെയാണോ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണോ ഈ ഒരു ഫീൽഡിൽ വേണ്ടിയിട്ട് സ്വന്തം കരിയറിന് വേണ്ടിയിട്ട് കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഈ പറയുന്ന എഫർട്ടുകൾ എടുത്തിട്ടുണ്ടോ, ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം ഫലം ഈ ഒറ്റ സിനിമയിലൂടെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാലും അത് മുന്നേറി പോകാൻ കഴിയട്ടെ എന്ന് മാത്രമേ